കൊല്ലത്തേക്ക് പോയാൽ ഇക്കുറി വളരെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളുണ്ട്. ഏറ്റവും ആദ്യം വിസ്മയം സംഭവിച്ച കൊട്ടാരക്കര ഉൾപ്പെടെ എന്ത് സംഭവിക്കുമെന്ന് അറിയണം. എന്താണ് കണക്കുകളെന്ന് ഷിഹാസ് പറഞ്ഞു തരും. ഷിഹാസ്, എന്താണ് നിലവിലെ ഒരു സാഹചര്യം കൊല്ലത്തെ? ഉറ്റുനോക്കാൻ ഒരുപാടുണ്ട് ഇത്തവണ കൊല്ലത്ത്. കൊല്ലത്തിന്റെ കഴിഞ്ഞ 2021 ചിത്രം. കൊല്ലം ഇടതിനൊപ്പം എല്ലാ കാലത്തും എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ജില്ലയാണ്. 9-2 കുണ്ടറയും കരുനാഗപ്പള്ളിയും മാത്രമാണ് 2021 UDF-നൊപ്പം നിന്നത്. 9 നിയമസഭാ മണ്ഡലങ്ങളും LDF-നൊപ്പമായിരുന്നു. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കിലേക്ക് വന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷൻ കൈവിട്ടു എന്നുള്ളതാണ് ഇടതിനെ തകർത്ത് കളഞ്ഞത്, അവരുടെ മനസ്സ് മരവിപ്പിച്ച് കളഞ്ഞത്. ഇപ്പോൾ LDF പക്ഷേ അവിടെ ആകെ സീറ്റുകളുടെ ഒരു നിലയിലേക്ക് നിയമസഭാ മണ്ഡലവുമായി താരതമ്യം ചെയ്യുമ്പോൾ LDF 7, UDF 4 എന്നുള്ളതാണ് മേൽക്കൈയായി ലഭിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ ഉറ്റുനോക്കുന്ന മണ്ഡലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര നേരത്തെ പറഞ്ഞ പോലെ ആദ്യ വിസ്മയം ഐഷ പോറ്റി വലത് മാറി ഇവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ധനമന്ത്രി KN ബാലഗോപാലിനെ പരാജയപ്പെടുത്താൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പത്തനാപുരത്തേക്ക് വന്നാൽ KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി മികച്ച പ്രവർത്തനമൊക്കെ നടത്തി. പക്ഷേ കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജ്യോതികുമാർ ചാമക്കാല നല്ലൊരു ഫൈറ്റ് കൊടുത്തു. അപ്പോൾ ഇത്തരത്തിൽ കൊല്ലം മണ്ഡലത്തിൽ M മുകേഷിനെ മാറ്റി അവിടെ പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ടി വന്നു. ഈ മണ്ഡലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നത് ഉറ്റുനോക്കുന്നതാണ്. ദേവി ജയശങ്കർ നമുക്ക് പറഞ്ഞു തരും. ജയശങ്കർ, നേരത്തെ ഈ പറഞ്ഞതുപോലെയുള്ള മണ്ഡലങ്ങൾ കൊട്ടാരക്കര അടക്കം എന്ത് സംഭവിക്കുമെന്ന് ആകാംക്ഷയുണ്ട്. വിസ്മയങ്ങൾ എന്തൊക്കെയുണ്ട് കൊല്ലത്ത്? അതായത് മാധു, വിനീത, എന്തായാലും വലിയ വിസ്മയങ്ങൾ കൊല്ലത്തുണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ മുന്നണികളും പറയുന്നത്. LDF പറയുന്നത് ഇത്തവണ 12 സീറ്റും തങ്ങൾ പിടിച്ചെടുക്കും, കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട 2 കൂടി ഇങ്ങോട്ട് എടുക്കുമെന്നാണ് LDF പറയുന്നത്. ഒപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും. ഈ മാധ്യമ വാർത്തകളെയും നമ്മളുടെ അവലോകനങ്ങളെയൊക്കെ തന്നെ LDF പൂർണ്ണമായി തള്ളുകയാണ്. കാരണം ഉരുക്ക് കോട്ടകളാണ്, ചെങ്കോട്ടകളാണ് കൊല്ലത്തെ ഓരോ മണ്ഡലങ്ങളെന്നാണ് LDF പറയുന്നത്. പക്ഷേ UDF ക്യാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. കഴിഞ്ഞ തവണ 2 ആണെങ്കിൽ ഇത്തവണ അത് 7-8 സീറ്റുകളിലേക്ക് എത്തും. കൊട്ടാരക്കര പോലെയുള്ള ഒരു ഇടതുകോട്ട തിരിച്ചു പിടിക്കും. ഒപ്പം തന്നെ പത്തനാപുരം തങ്ങളുടെ കയ്യിലേക്ക് വരും. ഒപ്പം തന്നെ കൊല്ലം മണ്ഡലം കഴിഞ്ഞ തവണ വളരെ കുറച്ച് വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട കൊല്ലം അത് തിരിച്ച് UDF ക്യാമ്പിലേക്ക് വരും. ഒപ്പം തന്നെ ഈ ചാത്തന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് BJP-യുടെ വലിയ പ്രതീക്ഷ. അട്ടിമറിക്കും എന്നതാണ് BJP പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. UDF അധികാരത്തിലെത്തുകയും കൊല്ലത്ത് നിന്ന് ബിന്ദു കൃഷ്ണ ജയിക്കുകയും ചെയ്താൽ ഒരു വനിതാ മന്ത്രിയായി ബിന്ദു കൃഷ്ണ എത്തുമോ എന്നൊരു ആകാംക്ഷയുണ്ട്. നമുക്കിനി